പഠന മികവ് പുലർത്തുന്ന സാമ്പത്തിക പിന്തുണ ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്കുള്ള പ്രെഡിക്റ്റ് സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ് മണ്ഡലത്തിൽ നടത്തുന്ന എൻലൈറ്റ് തൃത്താല സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായാണ് ജനകീയ സ്കോളർഷിപ്പ് നൽകിയത്. SSLC +2 ഉന്നത വിജയികളായ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ പിന്തുണയ്ക്കാൻ എം.ബി. രാജേഷിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പ്രെഡിക്റ്റ് പദ്ധതിയുടെ ഭാഗമായാണ് മണ്ഡലത്തിലെ തെരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തത്. സുമനസുകളുടെയും സംഘടനകളുടെയും സഹായത്തോടെയാണ് പ്രെഡിക്റ്റ് പദ്ധതി നടത്തിവരുന്നത്. കൂറ്റനാട് കാണിച്ചിറയ്ക്കൽ മാളിൽ നടന്ന സ്കോളർഷിപ്പ് വിതരണം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ് ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം 1000 രൂപ വീതമാണ് സ്കോളർഷിപ്പ് പദ്ധതിയിലൂടെ നൽകുന്നത്. അച്ഛനമ്മമാർ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ ജീവിച്ചതിനേക്കാൾ നല്ല നിലയിൽ മക്കൾ ജീവിക്കണം എന്നതാണ്. ആകെ 1-2 കുട്ടികളാണ് വീട്ടിലുണ്ടാവുക. അവരിലായിരിക്കും അച്ഛനമ്മമാരുടെ പ്രതീക്ഷ അത്രയും. അവർ നന്നായിട്ട് വേണം ഞങ്ങൾക്ക് കൂടി ജീവിതത്തിന്റെ സായാഹ്നത്തിൽ അപ്പോഴെങ്കിലും ഒരു സന്തോഷം അനുഭവിക്കാൻ എന്ന് കരുതുന്ന അച്ഛനമ്മമാർ എത്രയോ പേരുണ്ട്. അവർക്ക് കഴിയാവുന്ന എല്ലാം മക്കളുടെ വിദ്യാഭ്യാസത്തിനാണ് കൊടുക്കുന്നത്. കേരളത്തിന്റെ ഒരു പ്രത്യേകത അതാണ്. വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇത്രയേറെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റും ഒരു സമൂഹവും ഇന്ത്യയിൽ മറ്റൊരിടത്തും ഉണ്ടാവില്ല. ഗവൺമെന്റിന്റെ കാര്യമെടുത്താലും വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇത്രമാത്രം ഇൻവെസ്റ്റ്മെന്റ് പൊതുമുതൽ മുടക്ക് നടത്തുന്ന ഒരു സംസ്ഥാന സർക്കാർ ഇന്ത്യയിൽ മറ്റെവിടെയും ഉണ്ടാവില്ല. ഇനി ഓരോ വ്യക്തിയുടെ കാര്യമെടുത്താലും മക്കളുടെ വിദ്യാഭ്യാസത്തിന് എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറാണ് രക്ഷിതാക്കൾ. എന്താ കാരണം? അവരാഗ്രഹിക്കുന്നത് നല്ല വിദ്യാഭ്യാസം മക്കൾക്ക് കിട്ടണം, അതിലൂടെ മെച്ചപ്പെട്ടൊരു ജീവിതം, ഞങ്ങൾ ജീവിച്ചതിനേക്കാൾ മെച്ചപ്പെട്ടൊരു ജീവിതം അവർക്ക് സാധ്യമാവണം. മുൻപ് 100 കുട്ടികൾക്കും ഇപ്പോൾ 30 പേർക്കുമാണ് സ്കോളർഷിപ്പ് നൽകിയത്. പദ്ധതിയിലൂടെ 24 ലക്ഷത്തോളം രൂപ കൈമാറിയിട്ടുണ്ട്. യോഗത്തിൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ K. രാമചന്ദ്രൻ പദ്ധതി വിശദീകരണം നടത്തി. മുൻ MLA-മാരായ VK ചന്ദ്രൻ, TP കുഞ്ഞുണ്ണി, ഷറഫുദ്ദീൻ കളത്തിൽ, VR ബാലചന്ദ്രൻ, സുഹറ, ഷാനിബ, AU പ്രസാദ്, BPC ദേവരാജ്, ഗംഗാധരൻ എന്നിവരും ചടങ്ങിൽ സംസാരിച്ചു. NCV ന്യൂസ് തൃത്താല. പുതുമയണിഞ്ഞ് എടപ്പാൾ, കാലത്തിനൊത്ത മാറ്റവുമായി എടപ്പാളിൽ വിവാഹ വെഡിംഗ് മാൾ, ക്രിസന്റ് പ്ലാസ ബിൽഡിംഗ്, കുറ്റിപ്പുറം റോഡ്, എടപ്പാൾ.